നമുക്കറിയാം നമ്മുടെ ISL ഇപ്പം കുറച്ച് നാളായിട്ട് കുറച്ച് ഇഷ്യൂലാണ്. ISL ഇപ്പോൾ ഈ സീസൺ നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. FSDL ആണ് ISL നടത്തുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. FSDL എന്ന് പറഞ്ഞാൽ റിലയൻസിൻ്റെ നേതൃത്വത്തിലൊരു കമ്പനിയാണ്. FSDLനാണ് AF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നമ്മുടെ ISLന് നടത്തിപ്പ് അവകാശം കൊടുത്തേക്കുന്നത്. അപ്പം അവരുമായിട്ടുള്ള കരാർ നവംബറിൽ തീർന്നു, AFും FSDLും തമ്മിലുള്ള. അപ്പോൾ അത് പുതുക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം നിലവിൽ ഇപ്പോൾ ISL നടക്കാതിരുന്നത്. അത് പുതുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ FSDL കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതുമായിട്ട് AFന് ഒത്തുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് പുതിയ ടെൻഡർ വിളിച്ച് പുതിയ ആൾക്കാരെ FSDLന് പകരം ISLന്റെ നേതൃത്വം ഏൽപ്പിക്കാൻ വേണ്ടി കോടതി പറഞ്ഞു, സുപ്രീം കോടതി. അങ്ങനെ AFF ടെൻഡർ വിളിച്ചിരുന്നു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാൾക്കും ഏറ്റെടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിലവിലിപ്പം നടത്താൻ ആളില്ലാത്തതുകൊണ്ടാണ് ISL നടക്കാത്തത്. അപ്പോൾ അതിനിപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ആരെയും ടെൻഡറൊന്നും വിളിച്ചിട്ട് ആരെയും കിട്ടാത്തതുകൊണ്ട് ഇപ്പം AF തന്നെ നേരിട്ട് ISL നടത്താമെന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായി തീരും, എങ്ങനെയായി തീരുന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമ്മളെല്ലാവർക്കും, ആരാധകരും ഫുട്ബോൾ കാണുന്ന ആൾക്കാർക്കെല്ലാം ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് പേരുടെ ലൈഫും പ്ലേയേഴ്സ് ആണെങ്കിലും സപ്പോർട്ട് സ്റ്റാഫ് ആണെങ്കിലും എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് റീസ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇത് എല്ലാവരെയും ബാധിക്കും. അപ്പോൾ ഇപ്പം വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് AFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ നേരിട്ട് ഏറ്റെടുത്ത് നടത്താവുന്ന രീതിക്കാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ജൂൺ 1-ാം തീയതി സീസൺ സ്റ്റാർട്ട് ചെയ്ത് മെയ് 31-ന്, അടുത്ത വർഷം മെയ് 31-ന് ആ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് എൻഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു വർഷം ആണ് ഇവരിനിപ്പോൾ കോൺട്രാക്റ്റിൻ്റെ നോക്കുന്നത്, ഓരോ വർഷത്തെ കണക്ക് നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ അടുത്ത 20 വർഷത്തേക്ക് നേരിട്ട് നടത്തുന്ന രീതിയിലുള്ള പദ്ധതി രൂപരേഖ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അവതരിപ്പിച്ചു. ISLന്റെ ഉടമസ്ഥാവകാശം നടത്തിപ്പും ഫെഡറേഷൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് രൂപരേഖ. ജൂൺ 1 മുതൽ പിറ്റേ വർഷം മെയ് 31 വരെ നീളുന്നതായിരിക്കും ഒരു സീസൺ. ഓരോ സീസണിലും പ്രകടനം മോശമാക്കുന്ന ടീമുകൾക്ക് തരം താഴ്ത്തലും ഇവർക്ക് പകരം ലീഗിലെ മികച്ച ക്ലബ്ബുകൾക്ക് ISLലേക്ക് സ്ഥാനക്കയറ്റവും ഉണ്ടാകും. ISL ക്ലബ്ബുകളുടെ പ്രതിനിധികളുമായി ഫെഡറേഷൻ നടത്തിയ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷമാണ് ഈ രൂപരേഖ അവതരിപ്പിച്ചത്. അപ്പോൾ ക്ലബ്ബുകളുമായിട്ട് ഇന്നും തിങ്കളാഴ്ചയും ഇനി ചർച്ച നടക്കുന്നുണ്ട്. അത് നമ്മുടെ ചെന്നൈ, മുംബൈ, ഡൽഹി, നോർത്ത് ഈസ്റ്റ്, കൽക്കത്ത, മോഹൻ ബഗാൻ എന്നീ ക്ലബ്ബുകളുടെ പ്രതിനിധികളുമായാണ് ചർച്ച നടക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ക്ലബിനോട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചയൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചർച്ചകളൊക്കെ ഓക്കെ ആയിട്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇക്കൊല്ലത്തെ ISL ചിലപ്പം ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ ജനുവരി എൻഡോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഒരുപാട് വൈകിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ISL നടക്കട്ടെ. കാരണം ചെറിയ രീതിയിലാണെങ്കിൽ ഇത് റീസ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ഡെഡായി കിടക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് നല്ലതല്ല. അതുപോലെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, അവരെല്ലാം ട്രെയിൻ ചെയ്ത് ഇതിനു വേണ്ടി തന്നെ നിൽക്കുന്നതാണ്. കോച്ചസ് ഉണ്ട്, ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇന്നും തിങ്കളാഴ്ചത്തെയും അപ്ഡേറ്റ് വന്നിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ്സ് നോക്കാം.